നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, വാക്കുമാറാത്തവൻ, ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. വിശ്വസ്തനായ ദൈവം തൻ്റെ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനിലും വിശ്വസ്തത തിരയുന്നു. വേദപുസ്തകം പറയുന്നു, മനുഷ്യപുത്രന്മാരിൽ വിശ്വസ്തത കുറയുന്നു. വിശ്വസ്തത ഭൂമിയിൽ മുളയ്ക്കുമ്പോൾ നീതി സ്വർഗത്തിൽ നിന്ന് എത്തുന്നു. യേശു കർത്താവ് താലന്തുകളുടെ ഉപമയിൽ ഒരു വലിയ മർമ്മം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. യജമാനൻ താലന്തുകൾ വിഭാഗിച്ചു കൊടുക്കുമ്പോൾ ഒരാൾക്ക് 5, ഒരാൾക്ക് 2, ഒരാൾക്ക് 1 വീതം താലന്തുകൾ നൽകുന്നു. ഏൽപ്പിച്ച താലന്തുകളുടെ കണക്ക് യജമാനൻ മടങ്ങി വന്നപ്പോൾ പരിശോധിച്ചു. 5 ലഭിച്ചവൻ 5 കൂടെ വ്യാപാരം ചെയ്തുണ്ടാക്കി. 2 ലഭിച്ചവൻ 2 കൂടെ പ്രയത്നം ചെയ്ത് ലാഭമുണ്ടാക്കി. 1 ലഭിച്ചവൻ ഒന്നും ചെയ്യാതെ വെറുതെ അത് മണ്ണിൽ കുഴിച്ചിട്ടു. യജമാനൻ ലാഭം ഉണ്ടാക്കിയ ദാസന്മാരോട് പറയുന്നു, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട് ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നാം വിശ്വസ്തരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ജോലിയിൽ, ഭവനത്തിൽ, സഭയിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒക്കെ നാം വിശ്വസ്തത പാലിക്കുക. ആരും നമ്മെ കാണാത്ത പ്രവൃത്തികളിലും വിശ്വസ്തത പുലർത്തുക. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും താൻ മാത്രം അമർത്യത ഉള്ളവനുമായ ദൈവം പറയുന്നു, ഞാൻ സകല രഹസ്യങ്ങളെയും കാണുന്നവനാണ്, എൻ്റെ ദൃഷ്ടിക്ക് മറഞ്ഞിരിക്കുന്നത് ഒന്നും ഇല്ല. ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ എന്തുമാകട്ടെ, മരണപര്യന്തം നാം ദൈവത്തോട് വിശ്വസ്തത പുലർത്തണം. യേശുവിന്റെ അപ്പോസ്തലന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യനായ യോഹന്നാൻ ശ്ലീഹ സ്നേഹത്തിന്റെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്നു. യേശു ചെയ്ത ഒട്ടനവധി അത്ഭുതങ്ങൾക്ക് യോഹന്നാൻ ശ്ലീഹ സാക്ഷിയായിരുന്നു. മാത്രമല്ല, യേശുവിനെ ബന്ധിച്ച് കൊണ്ടുപോയപ്പോഴും 5 കോടതികളിൽ മാറി മാറി വിസ്തരിച്ചപ്പോഴും ഭാരമേറിയ ക്രൂശുമായി യേശു നീങ്ങിയപ്പോഴും ക്രൂശിൽ 3 ആണിയിൽ തൂങ്ങി പ്രാണനെ വെടിഞ്ഞപ്പോഴും കണ്ണുനീരോടെ ഉള്ളം പിടയുന്ന വേദനയുമായി യേശുവിന്റെ ചാരെ യാതൊരു ഭയവുമില്ലാതെ നിന്ന അരുമ ശിഷ്യനായിരുന്നു യോഹന്നാൻ. അതുകൊണ്ടാണ് തൻ്റെ അമ്മയെ മരണം വരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്തം യേശു യോഹന്നാനെ ഏൽപ്പിച്ചത്. സകല ശിഷ്യന്മാരും ജീവഭയം കൊണ്ട് ഓടി മറഞ്ഞപ്പോഴും യോഹന്നാൻ വിശ്വസ്തത കൈവിട്ടില്ല. യേശുവിന്റെ മരണശേഷം യോഹന്നാൻ ഏഷ്യ മൈനറിൽ യേശുവിന്റെ സുവിശേഷം അറിയിച്ചു. പെർഗമോസ്, തുയത്തൈര, ഫിലദൽഫിയ, ലവോദിക്ക, സ്മുർണ എന്നീ പ്രാദേശിക സഭകളുടെ സ്ഥാപകൻ യോഹന്നാൻ ആയിരുന്നു. AD 81 റോം ഭരിച്ചിരുന്ന ഡൊമിഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തെ തടവിലാക്കി. ജീവന് ഭീഷണിയുണ്ടായി. തിളയ്ക്കുന്ന എണ്ണയിൽ ഇട്ടു. എന്നാൽ അദ്ദേഹം മരിച്ചില്ല. പത്മോസ് ദ്വീപിലേക്ക് യോഹന്നാനെ നാടുകടത്തി. മരണകരമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയിട്ടും കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയ യോഹന്നാന് കർത്താവ് ആർക്കും ലഭിക്കാത്ത ഒരു ദർശനം നൽകി. സ്വർഗം കാണാനുള്ള ഭാഗ്യം. ആ പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയിൽ യോഹന്നാന് വെളിപ്പാട് എന്ന പുസ്തകം രചിച്ച് അവിടെ സഭകൾക്ക് ദൂത് നൽകി. ആ സമയം സ്മുർണയിലെ മെത്രാപ്പോലീത്ത ആയിരുന്ന വിശുദ്ധ പോളികാർപ്പോസ്, അദ്ദേഹം യോഹന്നാന്റെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് അനേകം പീഡകളിൽ കൂടി കടക്കേണ്ടി വന്നു. സ്മുർണയിലെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ യോഹന്നാൻ ഇങ്ങനെ എഴുതി, നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്ക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാമത് വചനം. ഇന്നും നമ്മുടെ കാതുകളിൽ ഈ ദൂത് മുഴങ്ങുന്നു. നാം പതറിപ്പോകുവാൻ ധാരാളം സാധ്യതകളുണ്ട്. പ്രതികൂലങ്ങൾ വർദ്ധിക്കുമ്പോൾ, സ്വന്തക്കാർ തള്ളിക്കളയുമ്പോൾ, മറ്റുള്ളവർ ഇല്ലാത്ത ആരോപണങ്ങളാൽ മനസ്സിനെ തകർക്കുമ്പോൾ, രക്ഷിക്കുമെന്ന് കരുതിയവർ എതിരാകുമ്പോൾ, രോഗത്താൽ തളരുമ്പോൾ, കടഭാരത്താൽ വലയുമ്പോൾ, കർത്താവിനെ തള്ളിപ്പറയരുതേ. കർത്താവിന്റെ മുന്നിൽ ജീവാന്ത്യത്തോളം വിശ്വസ്തനായിരിക്കുക. നമുക്കറിയാം, എബ്രായ ബാലന്മാരായ
ദാനിയേൽ, ഹനനിയാവ്, അസരിയേൽ, മിശായേൽ ഈ എബ്രായ ബാലന്മാരെ സ്വർണ വിഗ്രഹത്തെ നമസ്കരിക്കുവാൻ നിർബന്ധിക്കുകയുണ്ടായി. എന്നാൽ ജീവനുള്ള ദൈവത്തെ സേവിച്ചു എന്നതിൻ്റെ പേരിൽ തീയിലിട്ട് കൊല്ലുവാൻ ഉത്തരവുണ്ടായി. അവർ ആ സന്ദർഭത്തിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തി. ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ദേവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്ന് അറിഞ്ഞാലും എന്ന് ഉത്തരം പറഞ്ഞു. ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 17-18 വചനങ്ങൾ. ഈ വിശ്വസ്തതയും ധൈര്യവുമാണ് ദാനിയേലിനുണ്ടായിരുന്നത്. ഈ ധൈര്യമാണ് പത്രോസിനും ശീലാസിനും ഉണ്ടായത്. ഈ വിശ്വസ്തതയാണ് പൗലോസിനുണ്ടായത്. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും കർത്താവിനോട് മരണം വരെ വിശ്വസ്തതയിൽ വസിക്കുവാൻ നമുക്കിടയായി തീരണം. അങ്ങനെ വസിക്കുന്നവർ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ വിശ്വസ്തതയോടെ പറയും, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണ കാലവും അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com